നേഴ്സിംഗിൽ പഠിക്കുന്ന വിഷയത്തെപ്പറ്റി നല്ല ആധികാരികത ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ ഫൗണ്ടേഷൻ, ന്യൂട്രീഷൻ, ബയോകെമിസ്ട്രി, ജെനറ്റിക്സ്, പതോളജി, ഫാർമക്കോളജി. ഫാർമക്കോളജി എന്ന് പറഞ്ഞാൽ മരുന്നിനെ പറ്റി പഠിക്കുന്നതാണ്. അതുപോലെ തന്നെ അനാട്ടമി, മനുഷ്യ ശരീരത്തിൻ്റെ ഘടന, അതിൻ്റെ പ്രവർത്തനങ്ങളെ പറ്റിയാണ് അത് പ്രതിപാദിക്കുന്നത്. BSc നേഴ്സിംഗിൽ മെയിനായിട്ടുള്ളൊരു വിഷയം അതാണ്. പിന്നെ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചൈൽഡ് ഹെൽത്ത് നേഴ്സിംഗ്, അതായത് പീഡിയാട്രിക്, അത് പീഡിയാട്രീഷ്യൻ പഠിപ്പിക്കേണ്ടതാണ് വിഷയമാകുന്നു. അതുപോലെ മെൻ്റൽ ഹെൽത്ത് നേഴ്സിംഗ്, അത് സൈക്കാട്രിസ്റ്റ് പഠിപ്പിക്കേണ്ടതാണ്. മെഡ് സർജറി, മെഡിക്കൽ സർജിക്കൽ നഴ്സിംഗ്, അത് സർജൻ പഠിപ്പിക്കേണ്ട വിഷയമാണ്. അങ്ങനെ ഒരുപാട് കോഴ്സുകളുണ്ട്. ഇതെല്ലാം മാനേജ്മെൻറ്റ് നഴ്സിംഗ് എഡ്യൂക്കേഷൻ, നഴ്സിംഗ് എഡ്യൂക്കേഷൻ ടെക്നോളജി, ഇത് എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ MBAക്കാർ പഠിപ്പിക്കുന്ന വിഷയങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ നൂതനമായ സാങ്കേതികവിദ്യയുടെ പരിജ്ഞാനക്കുറവ് പല കുട്ടികളിലും കാണുന്നുണ്ട്. അത് നമ്മൾ ശ്രദ്ധിച്ച് ഏറ്റവും നല്ല സ്പെഷ്യാലിറ്റി വരുന്നത് മെഡിക്കൽ കോളേജുകളിലായിരിക്കും. അവിടെ അഡ്മിഷൻ നേടാൻ ശ്രമിക്കുക. അതല്ലാത്ത പക്ഷം മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽസ് സ്വന്തമായിട്ടായിരിക്കണം അവിടെ പഠിക്കുന്നത് നല്ലതായിരിക്കും. അതല്ലാതെ അതിലേക്ക് താഴെയുള്ള സിസ്റ്റർ കൺസേൺ അല്ലെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഹോസ്പിറ്റൽ ടൈപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ വളരെ മോശമാണ്. അംഗീകാരങ്ങൾ നഷ്ടപ്പെടാൻ സാധ്യത വളരെ കൂടുതലാണ്. നിങ്ങളുടെ കോളേജിൽ അഡ്മിഷൻ എടുക്കാതിരിക്കുക.